ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അതിഗംഭീരമായ ഒരു മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. നമ്മുടെ നോമാഡ് ലാൻഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, 2020 ഇറങ്ങുകയും അതിനുശേഷം അതിന് ഓസ്കാർ വരെ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും നല്ല അഭിനേത്രിക്കുള്ള ഓസ്കാറും കൂടി കിട്ടിയൊരു മൂവിയും കൂടിയാണ് നോമാഡ് ലാൻഡ്. അതിഗംഭീരമായൊരു മൂവിയാണ്. നിങ്ങളിത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക. ഇതിൻ്റെ ജോണർ വെസ്റ്റേൺ ഡ്രാമ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. ഒരു രക്ഷയില്ലാത്ത സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ശരിക്കും നമ്മളൊരു നാടോടികളുടെ ജീവിതം, നമ്മളിപ്പോൾ നാട്ടിലൊക്കെ നാടോടി പറഞ്ഞത് ഇങ്ങനെ മ്യൂസിപ്പാസിൽ പോലെ നടന്നിങ്ങനെ പോകുന്ന ആളുകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ വെസ്റ്റേൺ ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെയാകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ ഈ നൊമാഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ഒരു ജീവിത രീതിയിൽ അതൊരു ടൈപ്പ് ഓഫ് പീപ്പിൾ അവിടെ ലിവ് ചെയ്യുന്നുണ്ട്. അവർക്കും റൈറ്റ്സും അതൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ജോണർ വേറെയാണ്. അപ്പോൾ നമ്മളിതിന് നായികയുടെ ഒരു അതിഗംഭീരമായൊരു പരിവേഷമാണ്. എന്താ പറയുക, എല്ലാം ഉണ്ടായിട്ടുള്ള അവിടെ നിന്ന് ഈ നാടോടിയായി മാറുന്നൊരു മാറ്റമാണ് ഈ സിനിമയെക്കുറിച്ച് പറയുന്നത്. അതിനുശേഷം ആ നാടോടിയായി മാറുന്ന ആ ഒരു സാഹചര്യം എൻജോയ് ചെയ്യുകയും പിന്നെ ഇദ്ദേഹത്തിന് അടച്ചിട്ട മുറിയിൽ നിന്ന് ഇരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഈ ഒരു മാനസികാവസ്ഥ വളർന്നതും അത് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുന്ന കുറേ സാഹചര്യങ്ങൾ, കുറേ മനോഹരമായുള്ള ആ ജീവിത വെല്ലുവിളി ഉണ്ടല്ലോ, അതൊക്കെ തന്നെ ഈ സിനിമയിൽ കാണിച്ചു തരുന്നുണ്ട്. അതിഗംഭീരമായ മൂവി പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സംഭവമാണ്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ക്ലോസ് സയോ ആണ്. ഇതിൻ്റെ സ്റ്റോറി വന്നിരിക്കുന്നത് ജെസിക്ക ബ്രെഡറാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി അതിഗംഭീരം ജോഷ ജെയിംസ് റിച്ചാർഡാണ്. ഓ മാൻ, ഒരു രക്ഷത്തിന്. ഇതിന് നോമിനേഷൻ കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് പിക്ചറിന് കിട്ടി, അക്കാഡമിക് അവാർഡ് ഫോർ ബെസ്റ്റ് ഡയറക്ടറിന് കിട്ടി, ബെസ്റ്റ് ആക്ട്രസിന് ലീഡിങ് റോള് കിട്ടി. ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത് വളരെ രസകരമാണ്. എല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ നായിക എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു ഫാക്ടറിയിൽ ഒരു പ്ലാന്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്ലാന്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് മരിക്കുന്നുള്ളപ്പോൾ തന്നെ ആ ഒരു വല്ലാത്തൊരു വിഷമമുണ്ടല്ലോ. ആ വിഷമത്തിനിടയിൽ ആ ഒരു വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇദ്ദേഹത്തിന് ആ ജോലിയും കൂടി നഷ്ടപ്പെടുന്നത്. ആ ജോലി നഷ്ടപ്പെടുന്നതോടുകൂടി ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു വളരെയധികം എന്താ പറയുക വ്യാകുലപ്പെടുന്നുണ്ട്. അതിനിടയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ ആകെ ഉള്ളത് പിന്നെ കയ്യിലുള്ള ഒരു സ്വത്ത് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വാന് മാത്രമാണ്. പിന്നെ ഈ വാനിൽ നിന്ന് ഈ നമ്മുടെ നായികയുണ്ടല്ലോ, അദ്ദേഹം ഈ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 മണി വരെ ഫുൾ ടൈം ജോലി സെർച്ച് ചെയ്യും. കാരണം ജീവിക്കാൻ വേറെ മാർഗ്ഗമില്ല, വേറൊന്നുമില്ല. അപ്പം ജോലി സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും, അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ രാത്രി കാലങ്ങളിൽ താമസിക്കാനുള്ള സൗകര്യമില്ല. അപ്പം അങ്ങനെ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ ഈ ഇദ്ദേഹത്തിൻ്റെ വണ്ടി തന്നെ ഇദ്ദേഹത്തിൻ്റെ ഹോമായി മാറുകയാണ്. അവിടെ നിന്നാണ് തുടക്കം. പിന്നെ അതിനുശേഷം അങ്ങനെ അലഞ്ഞിങ്ങനെ പോയി ഓരോ ദിവസം അങ്ങനെ കടന്ന് പോയി അവസാനം ഇദ്ദേഹം നമ്മുടെ ഒരു നൊമാഡ്സുകളുടെ ഗ്രൂപ്പിലേക്ക് ചെന്നുപെടുകയാണ്. അവരൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവ് ചെയ്യുന്ന ഏരിയയിലെത്തിക്കും. അവരുമായിട്ട് കുറച്ച് ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യും. അവരുടെ ഓരോ ദിവസങ്ങൾ ഓരോരുത്തരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും അവരൊക്കെ ഓരോരുത്തരുടെ ഇതുവരെയുള്ള നോമാഡായി മാറിയിട്ടുള്ള ഈ ജീവിത സാഹചര്യങ്ങളും അവൻ്റെ എൻജോയ്മെൻറ്റൊക്കെ നമ്മുടെ നായികയുമായിട്ട് വിവരിക്കുമ്പോൾ നായിക വളരെയധികം കൂടുതൽ എൻജോയ് ചെയ്യും ആ ലൈഫ്. എന്നിട്ട് പിന്നെ പെട്ടെന്ന് അവൻ്റെ ആ ഒരു ബന്ധമെല്ലാം കഴിഞ്ഞ് പിന്നെ മൂവ് ചെയ്യുന്ന സമയത്തും പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ വാൻ ഉണ്ടല്ലോ ഒന്ന് കേടായി പോകും. അപ്പോൾ അതിനെ നന്നാക്കാനുള്ള കാശൊന്നും ആളുടെ ഇല്ല. അപ്പോൾ ആളുടെ സിസ്റ്ററിനെ കണ്ട് കുറച്ച് ക്യാഷ് മേടിക്കാൻ പറഞ്ഞ് പോകും. അപ്പോൾ അദ്ദേഹം ഇത്രയും ദിവസം ഇരുന്നത് ഒരു തുറന്നിട്ട സ്ഥലത്തിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നൊമാഡ്സ് പറഞ്ഞാൽ. പെട്ടെന്ന് ഈ സഹോദരിയുടെ വീട്ടിൽ ചെന്നിട്ട് ക്യാഷ് ചോദിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ഒരു ദിവസം ആ സഹോദരി പറയും, നിങ്ങളൊന്ന് ഇരുന്നൂടെ, ഒരു ദിവസം ഇരിക്കുമോ, നമുക്ക് ഇരുന്ന് നാളെ പൊയ്ക്കോളൂ എന്ന് പറയുമ്പോൾ, പക്ഷേ ഈ നമ്മുടെ നായികയ്ക്ക് ആ അടച്ചിട്ട 4 ചുമരിനുള്ളിൽ ഇരിക്കാൻ പറ്റുന്നില്ല, അസ്വസ്ഥയാവുന്നുണ്ട്. കാരണം ആ ഒരു നൊമാഡായിട്ട് അദ്ദേഹം ജീവിച്ചു തുടങ്ങി. കാരണം അതായിട്ട് അംഗീകരിച്ചു, ഇല്ലെങ്കിൽ അതായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ഇദ്ദേഹം 4 ചുമരിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഇരിക്കാൻ പറ്റുന്നില്ല, അസ്വസ്ഥതയാവുന്നു. പിന്നെ ആ ഇരുന്ന രാത്രി പകുതി ആകുമ്പോഴേക്കും തന്നെ നായിക അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഒരു കാരണമില്ലാതെ, കാരണം അദ്ദേഹത്തിന് പറ്റുന്നില്ല. പിന്നെ ബാക്കി ഇദ്ദേഹത്തിൻ്റെ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുറേ പേരെ കാണുമ്പോൾ അവൻ്റെ കുറേ അനുഭവങ്ങളെല്ലാം പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ടും അങ്ങനെ ഇയാൾ അറിഞ്ഞോ അറിയാതെയോ ഈ നമ്മുടെ നായികയും നൊമാഡ്സായി മാറുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു നാടോടിയായി മാറുന്നുണ്ട്. അതൊക്കെ വളരെ രസകരമായിട്ടുള്ള കുറേ കാഴ്ചകൾ ഇതിൽ കാണിക്കുന്നുണ്ട്. നായികയുടെ ഓരോ സമയത്തുള്ള ഓരോ സാഹചര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ ഉള്ളിൽ തട്ടിട്ടുള്ള ഒരു അനുഭവം തന്നെയായി തോന്നും. കാരണം ഒരു വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. പക്ഷേ ആ വീടിൻ്റെ അപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ടെന്ന് കാണിച്ചു തരുന്നൊരു സിനിമയും കൂടിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഒരു 4 ചുമരിനുള്ളിൽ ഇരുന്ന് നമ്മുടെ ജീവിതം മുഴുവൻ കാണുന്ന എല്ലാം നമ്മൾ അവിടെ ഇരുന്ന് കളഞ്ഞു കുടിക്കേണ്ട, അതിൻ്റെ അപ്പുറത്തേക്ക് നല്ലൊരു ജീവിത സാഹചര്യം, നമുക്ക് ഉറങ്ങാൻ വേണ്ടി മാത്രമുള്ളൊരു വീടെന്ന് പറയുന്ന സംഭവമുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ജീവിതം ഓരോ നിമിഷം എൻജോയ് ചെയ്യാം എന്നൊരു കൺസെപ്റ്റ് കൂടി അറിയാതെയോ അറിഞ്ഞു പറയുന്നുണ്ട് ഈ സിനിമയിൽ.
വളരെ ഗംഭീരമായിട്ടുള്ളൊരു സിനിമയാണ്. നിങ്ങൾ ഈ സിനിമ കണ്ടു നോക്കും. ഈ സിനിമ എവിടെയെല്ലാം പ്രദർശിപ്പിച്ചിട്ടുണ്ട് അവിടെയെല്ലാം നല്ല റിവ്യൂസാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ കുറേ അധികം അവാർഡ്സ് ഉണ്ട്. ഇതിന് അവാർഡ്സ് ഇപ്പം ഞാൻ ഈ പറയുന്ന ഏറ്റവും ബെസ്റ്റ് അവാർഡ്സ് ഞാൻ പറഞ്ഞു അങ്ങനെ എന്നത് ഓസ്കാർ കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് ലീഡിങ് റോൾ, ബെസ്റ്റ് പിക്ചർ, അങ്ങനെ കുറേ മറ്റു അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു അഭിനയത്തിന് നമ്മൾ ശരിക്കും ഓർക്കാതിരിക്കാൻ പറ്റാത്ത രീതിയിലൊരു അഭിനയമായി പോയി നമ്മുടെ ഫ്രാൻസിസ് മാക്ഡോണാൾഡിൻ്റെ അതിഗംഭീരമായിട്ട് പെർഫോമൻസാണ്. നിങ്ങൾ ഈ സിനിമ കാണാൻ പറ്റിയത് കാണൂ. ഇപ്പോൾ ഇത് ആമസോൺ പ്രൈമിലുണ്ട്. നിങ്ങളെല്ലാം സിനിമ കണ്ടു നിങ്ങളും ഇതുപോലുള്ള നല്ല സിനിമയുടെ ഭാഗമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ബൈ, സീ യു.